Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Moovattupuzha. നമ്മൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ മേജർ തിയറീസ് എല്ലാം കണ്ടു കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 2 ആണ്. ഇല്ലുസ്ട്രേഷൻ 2-ൽ എ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം ചെയ്യാൻ പോണത് എ ആണ് കേട്ടോ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് ജേർണൽ എൻട്രീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് ആ ഓരോന്നായിട്ടങ്ങ് ചെയ്ത് പോകാം, അതാകുമ്പോൾ എളുപ്പമുണ്ട്. അവർ പറഞ്ഞേക്കുന്നു 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ഫുള്ളി പെയ്ഡ് റെഡ്യൂസ്ഡ് ടു ഷെയർസ് ഓഫ് 5 ഈച്ച് ഫുള്ളി പെയ്ഡ്. 10,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു, 10 രൂപയായിരുന്നു വില, അതിനെ നമ്മൾ 5 രൂപയുടെ ഷെയറാക്കി മാറ്റുന്നു. അപ്പോൾ ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് നമ്മൾ കാണിക്കണം അല്ലേ. ജേർണൽ എൻട്രിയിലേക്ക് വരാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 10,000 × 10 1 ലക്ഷം. ടു ന്യൂ ഇക്വിറ്റി ഷെയർ 10,000 × 5 50,000. ബാക്കി ക്യാൻസൽ ചെയ്യാനുള്ളത് ടു റീകൺസ്ട്രക്ഷൻ 10,000 × 5 50,000. ദെൻ അടുത്തത് ഇവരുടെ കയ്യിൽ 108% ഡിബഞ്ചേഴ്സ് ഓഫ് 1000 ഈച്ച് ഉണ്ടായിരുന്നു, കൺവേർട്ടഡ് ഇൻറ്റു 500 6% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്. എന്നാ പറഞ്ഞേക്കുന്നത്, ഇവരുടെ കയ്യിൽ 108% ഡിബഞ്ചേഴ്സ് 1000 രൂപ വെച്ച് വിലയുള്ളതുണ്ടായിരുന്നു, അതിനെ അവർ 500 ഡിബഞ്ചേഴ്സ് ആക്കി മാറ്റി എത്രയാക്കി 100 രൂപ വെച്ച് വിലയുള്ളത്. അപ്പം നമുക്ക് നോക്കാം. 8% ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 100 × 1000 ആണല്ലേ. അപ്പം 100 × 1000 1 ലക്ഷം. ടു 6% ഡിബഞ്ചേഴ്സ് അവർ ക്വസ്റ്റിന് തന്നേക്കുന്നത് 500 × 100 ആണ്. അപ്പം 500 × 100 50,000. ബാക്കിയുള്ളത് റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക് വിടുന്നു 50,000. ഇനി അവർ പറഞ്ഞേക്കുന്നു ടു ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50,000 ആൻഡ് പ്രിലിമിനറി എക്സ്പെൻസ് 10,000 വേർ റിട്ടൺ ഓഫ്. ഇത് രണ്ടും റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഓഫിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്നതാണ്. അപ്പോൾ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റും കൂടി നമുക്കൊന്ന് വായിക്കാം. ദ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്റ്റോക്ക് വെയർ റിട്ടേൺ ഡൗൺ ബൈ 20,000 ആൻഡ് 10,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ സ്റ്റോക്കും പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും റൈറ്റ് ഓഫ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇനി റീകൺസ്ട്രക്ഷനിൽ മൊത്തം എത്ര രൂപയായി എന്ന് ആദ്യം നോക്കണം. ഒന്നാമത്തെ എൻട്രിയിൽ റീകൺസ്ട്രക്ഷനിൽ 50,000 കിട്ടി, രണ്ടാമത്തെ എൻട്രിയിൽ റീകൺസ്ട്രക്ഷനിൽ 50,000 കിട്ടി, അങ്ങനെ മൊത്തം 1 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രി എഴുതാം. റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് എത്ര 1 ലക്ഷം. ടു പി ആൻഡ് 50,000, ടു പ്രിലിമിനറി എക്സ്പെൻസ് 10,000, ടു പ്രോപ്പർട്ടി 20,000, ടു സ്റ്റോക്ക് 10,000. ബാക്കി എത്രയുണ്ടെന്ന് നോക്കുക. 1 ലക്ഷത്തിൽ നിന്ന് ഇതുവരെയുള്ള 90,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 10,000 ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. ഇനി അതേ ക്വസ്റ്റ്യനിൽ തന്നെ ബിയും കൂടെ നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി പാസ്ഡ് എ നെസസറി റെസൊല്യൂഷൻ ആൻഡ് റിസീവ്ഡ് സാങ്ഷൻ ഓഫ് ദി ട്രൈബ്യൂണൽ ഫോർ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ 5 lakh. 5 ലക്ഷം രൂപ ക്യാപിറ്റൽ കുറച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ഡിസൈഡഡ് ടു റൈറ്റ് ഓഫ് ലോസസ് 2,10,000, പ്രോപ്പർട്ടി 90,000, ഗുഡ്വിൽ 40,000 ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 8,000. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി എന്നാന്ന് നമുക്ക് കാണാപ്പാടെ അറിയാം. എന്താണ്? റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ്, ടു ലോസ്, ടു പ്രോപ്പർട്ടി, ടു ഗുഡ്വില്ല്, ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ അക്കൗണ്ട് ഒന്ന് വരയ്ക്കാം. റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നു. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ടു പി ആൻഡ് എൽ, ടു പ്രോപ്പർട്ടി, ടു ഗുഡ്വിൽ, ടു ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത് അവർ പറഞ്ഞേക്കുന്നു റിഡക്ഷൻ വാസ് മെയ്ഡ് ബൈ കൺവേർട്ടിംഗ് 50,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 20 ഈച്ച് ഫുള്ളി പെയ്ഡ് ടു സെയിം നമ്പർ ഓഫ് ഷെയർസ് ഓഫ് 15 ഈച്ച്. അപ്പോൾ 20 രൂപയുടെ ഷെയറിനെ 15 രൂപയുടെ ഷെയറാക്കി മാറ്റി. അപ്പോൾ എത്ര കളയണം? 5 രൂപ കളയണം. എന്താ എൻട്രി? ഓൾഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 50,000 × 20, ടു ന്യൂ പ്രിഫറൻസ് ഷെയർ 50,000 × 15, ടു റീകൺസ്ട്രക്ഷൻ 50,000 × 5. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്താണ് വരിക? ബൈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 50,000 × 5 മാത്രം വരുള്ളൂ അല്ലേ. ഇതിനടുത്ത് പറഞ്ഞേക്കുന്നു 50,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വെച്ച് വരെയുള്ളതുണ്ടായിരുന്നു, അതിനെ 5 രൂപയാക്കി. അപ്പോൾ അവിടുത്തെ എൻട്രി എന്താ? ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 50,000 × 10, ടു ന്യൂ ഇക്വിറ്റി 50,000 × 5, ടു റീകൺസ്ട്രക്ഷൻ 50,000 × 5. അപ്പോൾ ഇവിടെയും ബൈ ഇക്വിറ്റി എന്നും പറഞ്ഞ് 50,000 × 5 2,50,000. അപ്പോൾ ടോട്ടൽ ഇവിടെ നമുക്ക് കിട്ടിയ 5 ലക്ഷമാണ്. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. അത്രയേ ഉള്ളൂ. ഈ ഒരു ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി പ്രോബ്ലംസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.